ഹായ്, സാരംഗിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ മുറ്റത്തുള്ള ഗാർഡനൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ ആഴ്ചയിലൊന്നും ചെയ്യണത് തന്നെയാണിത്. എന്നാലും ഇത് നിങ്ങളെയും കൂടെ കൂട്ടത്തിൽ കൂട്ടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് മുറ്റത്ത് തീരെ വെയിലില്ല കേട്ടോ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇലച്ചെടികൾ മാത്രമാണ് ഞങ്ങൾ മുറ്റത്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇൻഡോർ പ്ലാന്റ്സ്. പൂക്കളുടെ ചെടികളൊക്കെ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ചെടികളിലെ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് വെട്ടി ഒന്ന് വൃത്തിയാക്കണം. പിന്നെ അടിയിൽ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അടിയിലുള്ള ഇലകളൊക്കെ വീണത് അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുക. ഇതൊക്കെയാണ് ഇട്ടൊന്ന് ചെയ്യുന്നത്. പിന്നെ എല്ലാ ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ചെടികളൊക്കെ താഴെ വെച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല പണിയായിരുന്നു കേട്ടോ. കാരണം ചെടിച്ചട്ടികളൊക്കെ മാറ്റി അതിൻ്റെ അടിയിലൊക്കെ മണ്ണും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നല്ല ജോലി തന്നെയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഇപ്പോൾ സ്റ്റാൻഡിൽ വെച്ചത് കൊണ്ട് എന്താ വെച്ചാൽ സുഖമാണ്. അതൊക്കെ ഒന്ന് മാറ്റി സ്റ്റാൻഡൊക്കെ ഒന്ന് മാറ്റി അടിച്ചു വരാൻ നല്ല എളുപ്പമാണ്. ആദ്യം മുറ്റം നിറയെ ചെടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ റോസാ ചെടികളൊക്കെ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി വെച്ചു. അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ആദ്യം ഇട്ടിരുന്നു, കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇലച്ചെടികൾ മാത്രമാണ് താഴെയുള്ളത്. അപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കും കേട്ടോ, എവിടെ പോയി ചെടികളൊക്കെ കുറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറയും ടെറസിൻ്റെ മുകളിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുക അവർ കേട്ടോ. പോയിട്ട് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ നമ്മളുടെ. ചെടികളുമായിട്ട് ഇടപഴകുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ മനസ്സിന്. നമ്മൾ നട്ട ചെടികൾ ഓരോന്ന് നന്നായിട്ട് വളരുക, അത് പൂവിടുക, അല്ലെങ്കിൽ അത് നല്ല ഇലകളൊക്കെ വന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ആദ്യം എൻ്റെ അടുത്ത് കുറേ ഹാങ്ങിങ് ചെടികളുണ്ടായിരുന്നു കേട്ടോ. ടർട്ടിൽ വൈന് കുറേ ഉണ്ടാക്കിയിരുന്നു ഞാൻ. അതിലൊക്കെ ഈ ഫിഞ്ചസിൻ്റെ പോലെയുള്ള കുറച്ച് കിളികൾ വന്ന് കൂട് കൂട്ടിയിട്ട് അതൊക്കെ അവർ നശിപ്പിച്ചു. ഇപ്പോൾ ഇനി പുതുതായിട്ട് ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക്. അവർ കൂട് കൂട്ടി അങ്ങനെ പറന്നിരുന്നിരുന്നു. പിന്നെ അത് വേഗം കേട് വരുന്ന ചെടിയല്ലേ. അപ്പോൾ അവർ കൂട് കൂട്ടി അവർ ഇരിക്കുമ്പോൾ അത് കേട് വന്ന് പോയി. ഇനിയിപ്പോൾ അത് പുതിയതുണ്ടായിട്ട് വേണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണി, അത് ഷെയർ ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. ഓക്കേ, ബൈ.